പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അവധൂത വൃത്തിയിലേർപ്പെട്ടിരിക്കുന്ന രണ്ട് ബുദ്ധ സന്യാസിമാർ പുഴ കടന്ന് അക്കരയെത്തുവാനായി കടത്തുതോണി കാത്തു നിൽക്കുകയാണ്. നേരം സന്ധ്യ മയങ്ങി തുടങ്ങിയിരിക്കുന്നു. വളരെ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീയും കടത്തുകടവിൽ നിൽക്കുന്നുണ്ട്. വളരെയധികം സമയം കാത്തുനിന്നിട്ടും തോണി എത്തിയില്ല. സ്ത്രീ ആകെ പരിഭ്രാന്തയായി തുടങ്ങി. അവർക്ക് തിരികെ നാട്ടിലേക്കുള്ള യാത്ര ഇന്നിനി അസാധ്യവുമാണ്. പുഴക്കരയാണെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത്. രാത്രി വളരെ വൈകിത്തുടങ്ങിയിട്ടും കടത്തുതോണി കാണാത്തതിനാൽ കടത്ത് അവസാനിച്ചുവെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സന്യാസിമാർ പുഴ നീന്തിക്കടക്കുവാൻ തീരുമാനിച്ചു. ആ സ്ത്രീ സങ്കടത്തിലായി. അവൾ അവരോട് ഏതു വിധത്തിലെങ്കിലും തന്നെ കൂടി അക്കരയെത്തിക്കുവാൻ അപേക്ഷിച്ചു. രാത്രി സമയം. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിജനമായ പുഴക്കരയിൽ തങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന ഭയത്താൽ അവരുടെ തേങ്ങലുകൾ ഉച്ചത്തിലായി തുടങ്ങി. അവർക്ക് നീന്താൻ വശവുമില്ലായിരുന്നു. മഠത്തിൽ അനുശാസിച്ചിരുന്ന ധർമ്മങ്ങളെല്ലാം മറന്ന് സന്യാസിമാരിൽ ഒരാൾ ആ സ്ത്രീയെ തോളിലേറ്റിക്കൊണ്ട് നീന്തി അക്കരയെത്തി. അവസാനം അവരെ അവരുടെ ഭവനത്തിലെത്തിച്ചു. എന്നാൽ ആ സമയം മുതൽ കൂടെയുള്ള സന്യാസിയിൽ അതൃപ്തിയും വിരോധവും കുറ്റപ്പെടുത്തലും കണ്ടു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഒരു സ്ത്രീയുടെയും ദേഹത്ത് സ്പർശിക്കരുതെന്നുള്ള ഗുരുനിർദ്ദേശം മറികടന്ന് താങ്കൾ ചെയ്തത് കഠിനമായ തെറ്റാണ്. താങ്കൾ ഒരു സന്യാസിയാണെന്നത് മറന്നുപോയിരിക്കുന്നു. മറുപടിയൊന്നും പറയാതെ കൂടെയുള്ള സന്യാസി മൗനമായി നടന്നു. തിരികെ മഠത്തിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ സന്യാസി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എങ്കിലും താങ്കൾക്കെങ്ങനെ അത് ചെയ്യുവാൻ കഴിഞ്ഞു? താങ്കൾ ആ സ്ത്രീയെ തോളിൽ ചുമന്നില്ലേ? ഒരു പുഞ്ചിരിയോടുകൂടി മറ്റേ സന്യാസി മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ ആ ഭാരം എപ്പോഴേ ഇറക്കി വെച്ചു. താങ്കൾ ഇപ്പോഴും അത് ചുമന്നുകൊണ്ട് നടക്കുകയാണോ? കഷ്ടം. കഴിഞ്ഞുപോയ നാളുകളിൽ മനസ്സിൽ കുന്നുകൂടിയ അനാവശ്യ ഭാരങ്ങൾ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കുക. ഓരോ ദിവസം പിന്നിടുമ്പോഴും അത് അഴുകിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന വിപരീത ഊർജം മനസ്സിനെയും ആരോഗ്യത്തെയും കെടുത്തിക്കളയും. ജീവിതഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് പ്രാർത്ഥന. ആരാധനാലയങ്ങളിൽ നടക്കുന്ന സമർപ്പണ കർമ്മങ്ങളുടെ ആന്തരികാർത്ഥവും നമുക്കുള്ള ഭാരങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക എന്നതാണ്. നമ്മുടെ തെറ്റുകൾ മനസ്സിൻ്റെ നൊമ്പര പുഷ്പങ്ങളായി ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അത് ഈശ്വരൻ ഏറ്റെടുക്കുന്നു. വീണ്ടും ആ തെറ്റിലേക്ക് പോകാതെ, ആ ഭാരം എടുത്തണിയാതെ നന്മയുടെ മലർവാടിയായി മനസ്സിനെ ഒരുക്കുവാൻ ഇന്നു തന്നെ ജീവിതത്തിൽ തീർച്ചപ്പെടുത്തുക. നന്മകൾ നേർന്നുകൊണ്ട് നന്ദി.